കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ പ്രതീക്ഷകളോട് കൂടിയാണ് നോവ സുധോയിയെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവന്നത്. നോവ സുധോയി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആഗ്രഹിച്ച പോലെ ഒരു പ്രകടനം നടത്തി. കേരള ബ്ലാസ്റ്റേഴ്സ് മൊറോക്കൻ സൂപ്പർ താരമായ നോവ സുധോയിയെ FC ഗോവയിൽ നിന്നുമാണ് സ്വന്തമാക്കിയിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഡൂറൻ കപ്പിൽ 4 മത്സരങ്ങളാണ് നോവ സുധോയി കളിച്ചത്. 4 മത്സരങ്ങളിൽ നിന്നും 6 ഗോളുകളും അതുപോലെ തന്നെ 3 അസിസ്റ്റും താരം സ്വന്തമാക്കിയിരുന്നു. എന്നാൽ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടെങ്കിലും താരത്തിൻ്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. എന്നാൽ ഇപ്പോൾ താരത്തിന് പരിക്ക് പറ്റിയിരിക്കുന്നു എന്നുള്ള ലേറ്റസ്റ്റ് ആയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഫുട്ബോൾ എക്സ്ക്ലൂസീവാണ് ഈ വാർത്ത ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പങ്കുവയ്ക്കുന്ന വിവരങ്ങളനുസരിച്ച് താരത്തിന് ഇപ്പോൾ പരിക്ക് പറ്റിയിട്ടുണ്ട്. ക്വാർട്ടർ ഫൈനൽ മത്സരമായ ബംഗളൂരു FC-ക്കെതിരെ കളിച്ചപ്പോഴായിരുന്നു താരത്തിന് പരിക്ക് പറ്റിയത്. അത് നമുക്ക് അറിയാവുന്ന ഒരു കാഴ്ചയാണ്. കാരണം ക്വാർട്ടർ ഫൈനൽ മത്സരമായ ബംഗളൂരു FC-ക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് കളിച്ചപ്പോൾ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോഴേ താരം അവശനായി കളിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. അത് അതിന് പരിക്ക് പറ്റിയതാണോ എന്ന് ഇപ്പോൾ നമുക്ക് സംശയിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തായാലും ഇപ്പോൾ നോവ സുധോയിക്ക് പരിക്ക് പറ്റിയിരിക്കുന്ന ഒന്നാണ് ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പങ്കുവയ്ക്കുന്നത്. ഇതിൽ നമുക്ക് സന്തോഷം നൽകുന്ന ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ താരത്തിന് അത്ര ഗുരുതരമായ പരിക്കല്ല. എന്നാൽ കൂടുതൽ പരിക്ക് വരാതിരിക്കാൻ വേണ്ടി താരം ഇപ്പോൾ വിശ്രമത്തിലാണ്. ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് കൊൽക്കത്തയിൽ തന്നെ ഉണ്ടായിരുന്നു. കൊൽക്കത്തയിൽ ബ്ലാസ്റ്റേഴ്സ് അവിടെ പരിശീലനമൊക്കെ നടത്തിയിരുന്നു ISL-ന് മുന്നോടിയായി. ആ പരിശീലന സെഷനിൽ നോവ സുധോയി പങ്കെടുത്തിട്ടില്ല. താരം ഇപ്പോൾ വിശ്രമത്തിലാണെന്നാണ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ താരം ISL കളിക്കുമെന്ന് അവർ ഉറപ്പ് പറയുന്നുണ്ട്. എന്നാൽ ചെറിയ പരിക്കാണ്. താരം ഉടൻ തന്നെ കളിക്കളത്തിലേക്ക് തിരികെയെത്തുകയും അതുപോലെ തന്നെ പരിശീലനം പുനരാരംഭിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ നോവ സുധോയി എത്രയും പെട്ടെന്ന് തന്നെ സുഖം പ്രാപിച്ച് ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരികെ എത്തട്ടെ എന്ന് തന്നെ നമുക്കിപ്പോൾ ആശംസിക്കാം.